അഹമ്മദാബാദ് വിമാന അപകടത്തിൽ അട്ടിമറി സാധ്യത ഉൾപ്പെടെയുള്ള കാര്യങ്ങൾ അന്വേഷണ വിധേയമാകുമ്പോൾ സംശയം നീളുന്നത് തീവ്രവാദ ഗ്രൂപ്പുകളിലേക്കു. വ്യോമയാന സഹമന്ത്രി മുരളീധർ മോഹോൽ NDTVക്ക് നൽകിയ അഭിമുഖത്തിലാണ് ഇക്കാര്യം വ്യക്തമാക്കിയത്. എയർക്രാഫ്റ്റ് ആക്സിഡന്റ് ഇൻവെസ്റ്റിഗേഷൻ ബ്യൂറോ ഇക്കാര്യങ്ങളെല്ലാം പരിശോധിച്ചു വരികയാണെന്ന് മന്ത്രി അറിയിച്ചു. അതിനിർണായക വെളിപ്പെടുത്തലാണ് ഇതെല്ലാം. അമേരിക്കയിലെ ട്വിൻ ടവർ ആക്രമണത്തിന് സമാനമാണ് ഈ അപകടമെന്ന് നേരത്തെ വിലയിരുത്തലുണ്ടായിരുന്നു. ഇതേ മാതൃകയിലാണ് മെഡിക്കൽ കോളേജിലേക്ക് വിമാനം അഹമ്മദാബാദിൽ ഇടിച്ചിറക്കിയത്. അപകട സ്ഥലത്ത് നിന്ന് കണ്ടെടുത്ത വിമാനത്തിന്റെ ബ്ലാക്ക് ബോക്സുകൾ പരിശോധനയ്ക്കായി വിദേശ രാജ്യത്തേക്ക് അയക്കില്ല എന്നും മഹോൽ വ്യക്തമാക്കി. എയർക്രാഫ്റ്റ് ആക്സിഡന്റ് ഇൻവെസ്റ്റിഗേഷൻ ബ്യൂറോ തന്നെ എല്ലാ കാര്യങ്ങളും കൃത്യമായി അന്വേഷിക്കുമെന്ന് പറഞ്ഞ മന്ത്രി എല്ലാ സാധ്യതകളും പരമാവധി പ്രയോജനപ്പെടുത്തുമെന്നും പറഞ്ഞു. വിമാനാപകടം ദൗർഭാഗ്യകരമായ സംഭവമാണെന്ന് മെഹോൽ വിശദീകരിച്ചു. അപകടത്തിന്റെ CCTV ദൃശ്യങ്ങൾ പരിശോധിച്ചു വരികയാണ്. രാജ്യത്തെ വിവിധ ഏജൻസികൾ അന്വേഷണവുമായി സഹകരിക്കുന്നുണ്ടെന്ന് മന്ത്രി അറിയിച്ചു. വിമാനത്തിന്റെ എഞ്ചിൻ തകരാറാണോ, ഇന്ധന വിതരണത്തിലെ പ്രശ്നങ്ങളാണോ, അതോ രണ്ട് എഞ്ചിനുകളും തകരാറിലാകാനുള്ള മറ്റെന്തെങ്കിലും കാരണമാണോ അപകടത്തിന് വഴിവെച്ചതെന്ന കാര്യം അന്വേഷണ സംഘം കണ്ടെത്താൻ ശ്രമിക്കുന്നുണ്ടെന്ന് മന്ത്രി വിശദീകരിച്ചു. ബ്ലാക്ക് ബോക്സിലെ കോക്പിറ്റ് വോയിസ് റെക്കോർഡറിൽ 2 പൈലറ്റുമാർ തമ്മിലുള്ള സംഭാഷണങ്ങൾ സൂക്ഷിച്ചിട്ടുണ്ട്. സത്യം പുറത്തുവരിക തന്നെ ചെയ്യുമെന്നും അന്വേഷണ റിപ്പോർട്ട് 3 മാസത്തിനുള്ളിൽ പൂർത്തിയാകുമെന്നും മഹോൽ വ്യക്തമാക്കി. നേരത്തെ വിമാനത്തിന്റെ ബ്ലാക്ക് ബോക്സ് പരിശോധനയ്ക്കായി വിദേശ രാജ്യത്തേക്ക് അയക്കുമെന്ന റിപ്പോർട്ടുകൾ പുറത്തു വന്നിരുന്നു. എന്നാൽ അത് നമ്മുടെ കൈവശം തന്നെയാണ് ഉള്ളതെന്നും വിദേശത്തേക്ക് അയക്കേണ്ട യാതൊരു ആവശ്യവുമില്ലെന്നും മന്ത്രി പറഞ്ഞു. മുഴുവൻ അന്വേഷണവും കേന്ദ്ര സർക്കാർ തന്നെ നടത്തുമെന്നും മന്ത്രി വ്യക്തമാക്കി. അഹമ്മദാബാദ് വിമാനത്താവളത്തിൽ നിന്ന് പറന്നുയർന്ന നിമിഷങ്ങൾക്കുള്ളിലാണ് വിമാനം അപകടത്തിൽപ്പെട്ടത്. വിമാനത്തിലെ 242 യാത്രക്കാരിൽ വിശ്വാസ് കുമാർ രമേശ് എന്ന ഒരാൾ മാത്രമാണ് രക്ഷപ്പെട്ടത്. വിമാനാപകടം നടന്നതിന് ശേഷം ഇതാദ്യമായിട്ടാണ് കേന്ദ്ര സർക്കാർ അട്ടിമറി സാധ്യതയെക്കുറിച്ച് പരാമർശം നടത്തുന്നത്. പ്രാഥമികമായി നടത്തിയ അന്വേഷണത്തിൽ വിമാനത്തിന്റെ 2 എഞ്ചിനുകളുടെയും പ്രവർത്തനം നിലച്ചതായി കണ്ടെത്തിയിരുന്നു. ഇത് അപൂർവങ്ങളിൽ അപൂർവമായ സംഭവമെന്നാണ് വിലയിരുത്തപ്പെടുന്നത്. മനഃപൂർവ്വമായി നടത്തിയ ഇന്ധന മലിനീകരണമാണോ ഇതിന് കാരണമെന്ന് വിദഗ്ധർ സംശയം പ്രകടിപ്പിച്ചിരുന്നു. അപകടത്തെക്കുറിച്ച് അന്വേഷണം നടക്കുന്ന ഘട്ടത്തിൽ കൂടുതൽ വിശദാംശങ്ങൾ ഇപ്പോൾ പുറത്തു പറയുന്നില്ലെന്ന് മന്ത്രി അറിയിച്ചു. കൂടാതെ എയർ ഇന്ത്യയുടെ ഡ്രീം ലൈനർ വിമാനങ്ങളിൽ യാത്ര ചെയ്യുന്നതിന് ഒരു സുരക്ഷാ പ്രശ്നവുമില്ലെന്നും മന്ത്രി ഉറപ്പു നൽകി. എയർ ഇന്ത്യയുടെ കൈവശമുള്ള 33 ബോയിംഗ് ഡ്രീം ലൈനർ വിമാനങ്ങളും സുരക്ഷിതമാണെന്ന് വിദഗ്ധർ ഉറപ്പു തന്നതായി മഹോൽ വെളിപ്പെടുത്തി. 625 അടി മുകളിൽ നിന്നാണ് വിമാനം താഴേക്ക് ഇടിച്ചിറങ്ങിയത്. വിമാനം ഇടിച്ചിറങ്ങിയ മെഡിക്കൽ കോളേജ് ഹോസ്റ്റലിലെ വിദ്യാർത്ഥികളും ജീവനക്കാരും കൊല്ലപ്പെട്ടിരുന്നു.